ഹായ്. ഇന്നത്തെ എപ്പിസോഡിൽ നേരിട്ടാണ്. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർഷങ്ങളായി ഞാൻ പ്രാക്ടീസ് ചെയ്തു വരുന്ന കുറേയേറെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിൽ നിന്ന് ഒരു ടെക്നിക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാനായിട്ട് പൈസയൊന്നും ചിലവില്ല. വേണ്ടത് ആകപ്പാടെ ഒരു നോട്ട് ബുക്കും ഒരു റെഡ് കളർ പെന്നും അത്രയേ വേണ്ടുള്ളൂ. നോട്ട് ബുക്ക് വലുതോ ചെറുതോ വരയിട്ടതോ വരയിടാത്തതോ ആവാം. പെന്ന് റെഡ് പെന്ന് തന്നെ വേണമെന്നില്ല. ഞാൻ റെഡ് പെന്നാണ് യൂസ് ചെയ്യാറ്. എന്തായാലും ബ്ലാക്ക് വേണ്ട, ബ്ലൂ ആയാലും കുഴപ്പമില്ല. ഇതും വേണം. കുറച്ച് സമയം അധികമൊന്നും വേണ്ട. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്? അതാദ്യം ഞാൻ പറഞ്ഞു തരാം. യൂണിവേഴ്സിൽ, അതായത് നമ്മൾക്ക് ചുറ്റും നമ്മൾക്ക് നടക്കേണ്ട നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒരേപോലെയുണ്ട്. ചീത്ത കാര്യങ്ങൾ കുറച്ച് വിഷമിപ്പിക്കുന്ന, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതൊക്കെ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണെങ്കിലും ഓടി നമ്മളുടെ അടുത്ത് വരും. പ്രത്യേകിച്ച് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നല്ല കാര്യങ്ങൾ വരാൻ കുറച്ച് കാലതാമസം എടുക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മളിൽ നിന്നും പുറത്തോട്ട് പുറപ്പെടുവിക്കുന്ന എനർജിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അതായത് നെഗറ്റീവ് മാത്രം പുറത്തോട്ട് പറയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് നെഗറ്റീവ് സംഭവിക്കുന്നു. പോസിറ്റീവ് മാത്രം നമ്മൾ പുറത്തോട്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് സംഭവിക്കുന്നു എന്ന് വെച്ച് നമ്മൾക്ക് മനുഷ്യരല്ലേ, 24 മണിക്കൂറും പോസിറ്റീവ് എനർജിയോടെ, പോസിറ്റീവ് ചിന്താഗതിയോടെ, പോസിറ്റീവ് വർത്തമാനത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? നമ്മുടെ സാഹചര്യം അതല്ല. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് അകലെയുള്ള നല്ല കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ വരേണ്ട നല്ല കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഫാസ്റ്റായി നമ്മളിലേക്ക് അടുപ്പിക്കുക. ആ ഒരൊറ്റ ഉദ്ദേശമാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അവരവർ തന്നെയാണ് ശരിക്കും ചെയ്യേണ്ടത്. നിവൃത്തിയില്ലെങ്കിൽ, അതായത് എല്ലാവർക്കും അതിനുള്ള വിശ്വാസം ഉണ്ടാവണം എന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ചെയ്യുന്നു. എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഇല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. ശരിക്കും അവരവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാത്രേ റിസൾട്ട് കിട്ടുക. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ചെയ്യുന്നതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേണ്ട എന്ന് ഞാൻ തീർത്തും പറയില്ല. മാക്സിമം അവരവർ തന്നെ ചെയ്യുക. അല്ലാത്തത് മാത്രം നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക്, അല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടൊന്നും കാര്യമില്ല. വളരെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ തന്നെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പിന്നെ സമയത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തി. അത് ഒരാഴ്ച, അതായത് 7 days ആണ് നമ്മൾക്ക് വേണ്ടത്. ഒരു ദിവസം 7 times ഒരേ നേരത്തിൽ തന്നെ എഴുതണം എന്നുള്ളതാണ്. ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകദേശം ഉറങ്ങുന്നതിന് മുൻപായി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എല്ലാ ടൈമിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ പകലാകുമ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടി വരും. ആ ഒരു ടൈം നമുക്ക് ഒരേ ടൈം ഫോളോ ചെയ്യാൻ പറ്റില്ല. അതേസമയം കിടക്കുന്നതിന് മുൻപാവുമ്പോൾ കുറച്ചുകൂടെ നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നും. മാത്രമല്ല പകൽ എഴുതിയാലും കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. എഴുതാനല്ല, വായിക്കല്. അത് കാരണം നമ്മൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു രാത്രി 10 മണി ചൂസ് ചെയ്യും. ഒരു 10:30 കിടക്കുന്നവർ 10 മണിക്ക് നമ്മൾ ഇതിനിരിക്കുന്നു കൂട്ടിയോ, ഒരു നോട്ട് ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുന്നു. കയ്യിൽ വെക്കാണ്ടോ അല്ലാതെയോ നമ്മൾ ജസ്റ്റ് ഒരു നല്ല രീതിയിലൊരു ബ്രീത്ത് എടുത്ത് വിടുന്നു. ഒറ്റ പ്രാവശ്യം മതി, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്യുന്നവർ ചെയ്തോളൂ. മെഡിറ്റേഷനിൽ ഇരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അത് നിന്നിട്ടോ ഇരുന്നിട്ടോ ചമ്രം പടിഞ്ഞിരിക്കണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ബ്രീത്ത് എടുത്ത്, അപ്പം നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി. പിന്നെ റിലാക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നത്, നമ്മൾക്ക് ടെൻഷനുള്ള സമയത്ത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയം നമുക്ക് ചെയ്യരുത്, റിസൾട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുക, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇങ്ങനെ കുശുമ്പൊക്കെ പറയില്ലേ, നമ്മൾ കുശുമ്പ് പറയുന്നതിൽ കൂടുതൽ കേൾക്കാനാണ് ഇഷ്ടം, അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള ടൈമിലൊന്നും ഇത് എഴുതാനിരിക്കരുത്. അതായത് ഇത് എഴുതണം എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ഒരാഴ്ച നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആരെക്കുറിച്ച് കുശുമ്പ് പറയരുത്, കുശുമ്പ് കേൾക്കും ചെയ്യരുത്. കേൾക്കുമ്പോഴും പ്രശ്നമാണ്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, റിലാക്സ് ആയി ഇരിക്കണം. അപ്പൊ റിലാക്സ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ
ബ്രീത്ത് എടുത്ത് വിടുന്നു. അതുപോലെ തന്നെ പണിയൊന്നും ഇടയ്ക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുമ്പോൾ പറയുന്നതാണ്. നമ്മളിപ്പോൾ അവിടെ അയ്യോ ആ പണിയുണ്ട്, കൊച്ചവിടെ കരയോ, അല്ലെങ്കിൽ വീട്ടിൽ പാത്രം കഴുകാനുണ്ട്, രാത്രിയല്ലേ, അപ്പൊ എന്തെങ്കിലും അങ്ങനെയൊന്നുമുള്ള തോട്ട് വരരുത്. എല്ലാം ഒരുക്കി വെച്ചിട്ട് വന്ന് ഇരുന്നാൽ മതി. രാത്രി 10 മണിക്ക് ഇരിക്കുന്നു എന്ന് വെക്കുക. ആ ടൈം അല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പം ആ ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ ബ്രീത്ത് എടുത്ത് വലിയൊരു ബ്രീത്ത് എടുത്ത് വിടുന്നു. അപ്പൊ നമ്മൾ കുറച്ച് റിലാക്സ് ആവും. അതിനുശേഷം നടന്ന് കഴിഞ്ഞതായിട്ട് എഴുതുന്നു. നമ്മൾ 1, 2 നമ്പർ ഇട്ടിട്ട് എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. ഒരിക്കലും ഒരു സിമ്പിളിന്റെയും ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓം എഴുതണോ, അല്ലെങ്കിൽ കുരിശ് വരയ്ക്കണോ, ചന്ദ്രക്കല വേണോ, ഒന്നും വേണ്ട. യാതൊരു സിമ്പിളിന്റെ ആവശ്യം ഇല്ല. നമ്മൾ ജസ്റ്റ് നടന്ന് കഴിഞ്ഞതായിട്ട്. ഉദാഹരണം, നിങ്ങൾക്കൊരു ജോലി ലഭിച്ചു, ഇന്ന കമ്പനിയിൽ എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി, കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി മറ്റൊരാളിൽ കൈവശം വെച്ച്, നമ്മുടെ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ മാത്രം കേട്ടോ, ഇതിൽ അങ്ങനെ ഒരു ഇതുണ്ട്, അത് തിരികെ ലഭിച്ചതിന് നന്ദി. അത് പറയുമ്പോൾ ഏത് സ്ഥലം എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. യൂണിവേഴ്സിന് അങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് ഒരു രൂപം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇന്ന സ്ഥലത്ത് ചെറിയ സെന്റൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റുള്ളൂ, പാരഗ്രാഫ് പോലെയൊന്നും എഴുതാൻ പറ്റില്ല. ഷോർട്ട് ആക്കിയിട്ട് ഇത്ര എന്റെ ഇന്ന സ്ഥലം എനിക്ക് ലഭിച്ചതിന് നന്ദി. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായി മാർക്ക് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എഴുതാം, പഠിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ. ഏത് പ്രായത്തിലുള്ളവർക്ക് എഴുതാം, സ്ത്രീ പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും എഴുതാം. അതുപോലെ എന്താ പറയുക, ഏത് മതമൊന്നും ഇതിലൊരു വിഷയമല്ല, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതുപോലെ നമ്മളുടെ പൈസ നമുക്ക് വേറൊരാളുടെ കയ്യിലാണ്, നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മുടെ ന്യായമായിട്ടുള്ള തുക അത് നമുക്ക് ലഭിച്ചതിന് നന്ദി. അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, കാരണം എന്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വഴക്ക് എന്തു ആവാം, അതൊക്കെ സോൾവ് ആയതിന് നന്ദി. അങ്ങനെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞതായിട്ട് പോസിറ്റീവായി ഒറ്റ സെന്റൻസിൽ എഴുതി 7 പ്രാവശ്യം എഴുതി വെക്കുന്നു. ഒരു ദിവസം 7 പ്രാവശ്യം എഴുതുന്നു, പിറ്റേ ദിവസം വൈകിട്ട് 7 പ്രാവശ്യം എഴുതുന്നു. അങ്ങനെ 7 പ്രാവശ്യം എഴുതി 7 ദിവസം കണ്ടിന്യൂ എഴുതണം. അതുപോലെ 1-ാം ദിവസം എഴുതുമ്പോൾ ആ ദിവസം എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 പ്രാവശ്യം നമ്മൾ 7 എണ്ണം റീഡ് ചെയ്ത ശേഷം ഒരു 3 പ്രാവശ്യം യെസ് 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 നടന്ന് കഴിഞ്ഞതായിട്ട് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് വേണം യെസ് 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 എന്ന് പറയാനായിട്ട്. നടന്നു കഴിഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾക്കൊരു എനർജി ഓട്ടോമാറ്റിക്കായി വരും കേട്ടോ. വിശ്വാസത്തോടെ വേണം ഇത് ചെയ്യാൻ. അത് ആദ്യമേ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്യേണ്ട, ആരും നിർബന്ധിച്ചിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നടക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഇത് ചെയ്യാനിരിക്കുക. അപ്പം 7 പ്രാവശ്യം, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം. 7 ദിവസം വൈകിട്ട് ഒരു ഏകദേശം ഒരു നിങ്ങളുടെ ടൈം ചൂസ് ചെയ്തോളൂ. ആ ടൈമിൽ ഒരേ ടൈമിൽ തന്നെ 7 പ്രാവശ്യം 7 ദിവസം 7 പ്രാവശ്യം എഴുതുക. 7 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ 7 പ്രാവശ്യം റീഡ് ചെയ്യുക. റീഡ് ചെയ്ത ശേഷം 3 പ്രാവശ്യം യെസ് യെസ് നടന്നു കഴിഞ്ഞതായി ഫീൽ ചെയ്ത് വേണം എഴുതാനും. കിട്ടുമോ, അയ്യോ ഇത് ചിലപ്പോൾ ശരിയാവോ, ഈ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എഴുതരുത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ എഴുതി വെക്കാം. ഇപ്പോ എന്നെ പോലെ തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയാൽ കണ്ടിന്യൂ ചെയ്യണോ? ഇത് എൻ്റെ ഒരു സംശയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാണ്. പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഞാൻ 7 ദിവസം പറഞ്ഞാൽ 7 ദിവസം എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് വെക്കുള്ളൂ. എന്തോ എനിക്ക് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വിടുന്നത് എനിക്ക് ഇനി ഇത് കിട്ടിയതങ്ങനെ തിരിച്ചു പോവോ എന്ന് പേടിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളും വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അല്ല സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇനി ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ചോദ്യം. ഈ പേപ്പർ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഈ എഴുതി വെച്ച പേപ്പർ എന്ത് ചെയ്യണം? അടുത്തൊരു സംശയം വരാം. അത് വേറൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞ് കത്തിച്ചു കളഞ്ഞോളൂ. കത്തിച്ചു കളഞ്ഞാൽ ലഭിക്കാത്ത കാര്യമാണെങ്കിൽ പോലും യൂണിവേഴ്സ് നമ്മൾക്ക് കൊണ്ട് തരും. കത്തിച്ചു കളഞ്ഞാലും 7 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞു, അതങ്ങ് മറന്നോളൂ. തീർച്ചയായും ലഭിച്ചില്ലെങ്കിൽ അതിങ്ങോട്ട് കിട്ടും, നമുക്ക് ഉറപ്പായും കിട്ടും. ഉടനെ അടുത്തത് എഴുതിക്കോളൂ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആദ്യം തന്നെ പറയാം, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ആദ്യം എഴുതണം. വലിയ കാര്യങ്ങളൊക്കെ കുറെ കൂടെ നമ്മൾ ആ സന്തോഷത്തിൽ ഇരുന്നു കൊണ്ട് വേണം എഴുതാൻ. ആദ്യം തന്നെ വലിയൊരു ലോട്ടറി കിട്ടണം അല്ലെങ്കിൽ വലിയൊരു കാര്യം കിട്ടണം എന്നൊന്നും എഴുതരുത്. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത്
നമ്മൾ ഫുള്ളി സന്തോഷത്തിൽ ആ സന്തോഷത്തിൽ ഇരുന്നുകൊണ്ട് അടുത്തൊരു ചെറിയ കാര്യം എഴുതുന്നു, അതിലിരുന്നുകൊണ്ട് അപ്പൊ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു സന്തോഷം വരും. അപ്പോൾ നമ്മൾ മെല്ലെ 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 പതുക്കെ വലിയ കാര്യത്തിലേക്ക് പോകാം. ആദ്യം തന്നെ വലിയ കാര്യം ചെയ്യരുത്, കിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം എഴുതി, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി, എന്താ പറയാ, അതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി ഇരുന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേടിയ ശേഷം തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് താങ്ക്സ് പറയാൻ മറക്കരുത്. തീർച്ചയായും ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലഭിച്ചിരിക്കും എന്ന കാര്യത്തിൽ 100% എൻ്റെ ഉറപ്പ് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.